2025 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായ സക്കേവൂസ് ഉണ്ടായിരുന്നത് എവിടെയാണ്? ഉത്തരം, ജെറീക്കോയിൽ. രണ്ടാമത്തെ ചോദ്യം, യേശു ആരെന്ന് കാണാൻ ആഗ്രഹിച്ചെങ്കിലും പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. ആർക്ക്? ഉത്തരം, സക്കേവൂസിന്. മൂന്നാമത്തെ ചോദ്യം, യേശുവിനെ കാണാൻ വേണ്ടി മുൻപേ ഓടി ഏതു മരത്തിലാണ് സക്കേവൂസ് കയറിയിരുന്നത്? ഉത്തരം, സിക്കമൂർ മരത്തിൽ. നാലാമത്തെ ചോദ്യം, സക്കേവൂസ് കയറിയിരുന്ന മരത്തിന് അടുത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞതെന്ത്? ഉത്തരം, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആരെയാണ് ഇവിടെ ജനക്കൂട്ടം പാപി എന്ന് ഉദ്ദേശിക്കുന്നത്? ഉത്തരം, സക്കേവൂസിനെ. ആറാമത്തെ ചോദ്യം, സക്കേവൂസ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ ഡാഷ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഡാഷ് തിരിച്ചു കൊടുക്കുന്നു. അതായത് എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഏഴാമത്തെ ചോദ്യം, യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? ഉത്തരം, സക്കേവൂസിൻ്റെ. എട്ടാമത്തെ ചോദ്യം, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് ആര് വന്നിരിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, മനുഷ്യപുത്രൻ. ഒൻപതാമത്തെ ചോദ്യം, 10 നാണയങ്ങളുടെ ഉപമയിൽ ഒരു പ്രഭു രാജപദവി സ്വീകരിച്ചു തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയപ്പോൾ ആരെ വിളിച്ചാണ് 10 നാണയങ്ങൾ ഏൽപ്പിച്ചത്? ഉത്തരം, ഭൃത്യന്മാരിൽ 10 പേരെ. പത്താമത്തെ ചോദ്യം, ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയങ്ങൾ ഏൽപ്പിച്ച് ഒരു പ്രഭു ദൂരദേശത്തേക്ക് പോയതെന്തിന്? ഉത്തരം, രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി. 11ാമത്തെ ചോദ്യം, ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയങ്ങൾ ഏൽപ്പിച്ച് രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയതാര്? ഉത്തരം, ഒരു പ്രഭു. 12ാമത്തെ ചോദ്യം, രാജപദവി സ്വീകരിച്ചു തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭു 10 നാണയങ്ങൾ ഭൃത്യന്മാരിൽ 10 പേരെ ഏൽപ്പിച്ച് എന്തു ചെയ്യാനാണ് പറഞ്ഞത്? ഉത്തരം, വ്യാപാരം ചെയ്യാൻ. 13ാമത്തെ ചോദ്യം, രാജപദവി സ്വീകരിച്ചു തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭുവിൻ്റെ ദേശത്തെ പൗരന്മാർ അവൻ്റെ പിന്നാലെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചതെന്തിന്? ഉത്തരം, ഒരു നിവേദനവുമായി. 14ാമത്തെ ചോദ്യം, രാജപദവി സ്വീകരിച്ചു തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭുവിൻ്റെ പിന്നാലെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചത് ആര്? ഉത്തരം, അവൻ്റെ പൗരന്മാർ. 15ാമത്തെ ചോദ്യം, രാജപദവി സ്വീകരിച്ചു തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭുവിൻ്റെ പിന്നാലെ അവൻ്റെ പൗരന്മാർ എന്തു നിവേദനവുമായാണ് പ്രതിനിധി സംഘത്തെ അയച്ചത്? ഉത്തരം, ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. 16ാമത്തെ ചോദ്യം, രാജപദവി സ്വീകരിച്ചു തിരിച്ചു വന്ന പ്രഭു താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ വിളിക്കാൻ കൽപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം, ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്തു സമ്പാദിച്ചു എന്നറിയുന്നതിന്. 17ാമത്തെ ചോദ്യം, രാജപദവി സ്വീകരിച്ചു തിരിച്ചു വന്ന പ്രഭു താൻ നൽകിയ പണം എന്തു ചെയ്തു എന്നറിയാൻ ഒന്നാമനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ത്? ഉത്തരം, യജമാനനെ, നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. 18ാമത്തെ ചോദ്യം, വ്യാപാരം ചെയ്യാനായി താൻ 10 നാണയം നൽകിയ ഭൃത്യൻ 10 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യജമാനൻ അവനെ വിളിച്ചതെങ്ങനെ? ഉത്തരം, നല്ലവനായ ഭൃത്യ. 19ാമത്തെ ചോദ്യം, വ്യാപാരം ചെയ്യാൻ നൽകിയ നാണയങ്ങളിൽ ഒന്നാമൻ 10 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യജമാനൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. 20ാമത്തെ ചോദ്യം, യജമാനനെ, നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു എന്ന് പ്രഭുവിനോട് വന്ന് പറഞ്ഞതാര്? ഉത്തരം, പ്രഭു വ്യാപാരം ചെയ്യാനായി പണം നൽകിയ ഭൃത്യന്മാരിൽ രണ്ടാമൻ. 21ാമത്തെ ചോദ്യം, യജമാനനെ, നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ രണ്ടാമനോട് എത്ര നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുമെന്നാണ് യജമാനൻ പറഞ്ഞത്? ഉത്തരം, 5 നഗരങ്ങളുടെ മേൽ. 22ാമത്തെ ചോദ്യം,
യജമാനൻ വ്യാപാരം ചെയ്യാനായി പണം നൽകിയ വേറൊരുവൻ യജമാനനോട് വന്ന് പറഞ്ഞതെന്ത്? ഉത്തരം: യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. 23-ാമത്തെ ചോദ്യം: യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ എന്ന് പറഞ്ഞ വേറൊരുവൻ മറ്റെന്താണ് പ്രഭുവിനോട് പറഞ്ഞത്? ഉത്തരം: നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. 24-ാമത്തെ ചോദ്യം: നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞ ഭൃത്യനെ പ്രഭു വിളിച്ചതെങ്ങനെ? ഉത്തരം: ദുഷ്ടഭൃത്യ. 25-ാമത്തെ ചോദ്യം: നിന്നെ എനിക്ക് ഭയമായിരുന്നു എന്ന് പറഞ്ഞ ഭൃത്യനോട് എന്തുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കുമെന്നാണ് പ്രഭു പറഞ്ഞത്? ഉത്തരം: നിന്റെ വാക്കുകൊണ്ട് തന്നെ. 26-ാമത്തെ ചോദ്യം: വ്യാപാരം ചെയ്യാനായി ഭൃത്യനെ ഏൽപ്പിച്ച പണം തുണിയിൽ പൊതിഞ്ഞത് തിരിച്ചു നൽകിയ ഭൃത്യനോട് നീ എന്തുകൊണ്ട് എൻ്റെ പണം ആരെ ഏൽപ്പിച്ചില്ല എന്നാണ് പ്രഭു ചോദിച്ചത്? ഉത്തരം: പണമിടപാടുകാരെ. 27-ാമത്തെ ചോദ്യം: പണമിടപാടുകാരെ, നീ എൻ്റെ പണം ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ എപ്രകാരം അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ എന്നാണ് പ്രഭു ഭൃത്യനോട് ചോദിച്ചത്? ഉത്തരം: പലിശയോടുകൂടെ. 28-ാമത്തെ ചോദ്യം: ഭൃത്യൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നാണയം വാങ്ങി ആർക്കു കൊടുക്കാനാണ് ചുറ്റും നിന്നിരുന്നവരോട് പ്രഭു പറഞ്ഞത്? ഉത്തരം: 10 നാണയമുള്ളവന്. 29-ാമത്തെ ചോദ്യം: ഏതുപമയുടെ അവസാന ഭാഗത്താണ് ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടുമെന്ന് യേശു പറഞ്ഞത്? ഉത്തരം: 10 നാണയങ്ങളുടെ ഉപമ. 30-ാമത്തെ ചോദ്യം: തുണിയിൽ പൊതിഞ്ഞ് നാണയം സൂക്ഷിച്ച ഭൃത്യനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക എന്ന് ചുറ്റും നിന്നിരുന്നവരോട് യജമാനൻ പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? ഉത്തരം: യജമാനനെ, അവന് 10 നാണയമുണ്ടല്ലോ. 31-ാമത്തെ ചോദ്യം: ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ എന്തു ചെയ്യാനാണ് രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു പറഞ്ഞത്? ഉത്തരം: ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുക. 32-ാമത്തെ ചോദ്യം: ഏതു മലയ്ക്ക് അരികെയുള്ള സ്ഥലങ്ങളാണ് ബെത്ഫഗെ, ബഥാനിയ എന്നിവ? ഉത്തരം: ഒലിവ് മലയ്ക്ക്. 33-ാമത്തെ ചോദ്യം: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരിക എന്ന് യേശു ആരോടാണ് നിർദ്ദേശിച്ചത്? ഉത്തരം: 2 ശിഷ്യന്മാരോട്. 34-ാമത്തെ ചോദ്യം: യേശു പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം എപ്രകാരമാണ് ദൈവത്തെ സ്തുതിച്ചത്? ഉത്തരം: കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. 35-ാമത്തെ ചോദ്യം: ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ നിങ്ങൾ അഴിക്കുന്നത് എന്തിന് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു മറുപടി പറയാനാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം: കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. 36-ാമത്തെ ചോദ്യം: യേശു പറഞ്ഞത് പ്രകാരം കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടി അഴിക്കുന്നത് എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം: അതിൻ്റെ ഉടമസ്ഥർ. 37-ാമത്തെ ചോദ്യം: യേശുവിൻ്റെ ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവന്ന് കഴുതക്കുട്ടിയുടെ പുറത്ത് എന്തു വിരിച്ചതിന് ശേഷമാണ് യേശുവിനെ ഇരുത്തിയത്? ഉത്തരം: തങ്ങളുടെ വസ്ത്രങ്ങൾ. 38-ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് ആർത്തു വിളിച്ചതാര്? ഉത്തരം: ശിഷ്യഗണം മുഴുവൻ. 39-ാമത്തെ ചോദ്യം: ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ആരാണ് ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം: ചില ഫരിസേയർ. 40-ാമത്തെ ചോദ്യം: ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ യേശുവിനോട് പറഞ്ഞത് എന്ത്? ഉത്തരം: ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. 41-ാമത്തെ ചോദ്യം: ചില ഫരിസേയർ യേശുവിനോട് ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് പറഞ്ഞത് എപ്പോൾ? ഉത്തരം: ശിഷ്യഗണം മുഴുവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ. 42-ാമത്തെ ചോദ്യം: യേശുവിൻ്റെ ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിച്ചത് കണ്ട് ചില ഫരിസേയർ
നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. 43-ാമത്തെ ചോദ്യം: ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും എന്ന് യേശു പറഞ്ഞത് ഏതു പട്ടണം കണ്ടപ്പോഴാണ്? ഉത്തരം: ജെറൂസലേം. 44-ാമത്തെ ചോദ്യം: യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് എന്തു ചെയ്തിരുന്നവരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത്? ഉത്തരം: അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. 45-ാമത്തെ ചോദ്യം: യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട് പറഞ്ഞതെന്ത്? ഉത്തരം: എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 46-ാമത്തെ ചോദ്യം: എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട് യേശു പറഞ്ഞത്? ഉത്തരം: കവർച്ചക്കാരുടെ ഗുഹ. 47-ാമത്തെ ചോദ്യം: ആരെല്ലാമാണ് യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. 48-ാമത്തെ ചോദ്യം: യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നതിന് കാരണം? ഉത്തരം: ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നിരുന്നതിനാൽ.